നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി ആയാലോ? അപ്പൊ നമ്മുടെ ഹെൽത്തി ഐറ്റം എന്താണെന്നറിയാമോ? മുതിരയാണ് കേട്ടോ. മുതിര ഒന്ന് കഴുകി ഞാൻ എടുത്തിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മുതിര വാങ്ങിച്ച് കഴുകി ഉണക്കി വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കഴുകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ അല്ലാതെ വാങ്ങിച്ചതായതുകൊണ്ടാണേ. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മുതിര ചൂടാക്കിയ പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങ, ചെറിയുള്ളി, കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കുറച്ച് നമ്മുടെ പിഴിപുളിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ എരിവിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കാനുള്ള കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ളത്. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് ചതച്ച് എടുക്കണം. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഞാൻ കറക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മുതിര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.